അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പൊ ഈ ഉപമയുടെ അർത്ഥം എന്താണ് എന്ന് അവസാനം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആരംഭത്തിൽ ഈ അർത്ഥം പറഞ്ഞിട്ടാണ് കർത്താവ് ഉപമ ആരംഭിച്ചത്. വീണ്ടും അതിന്റെ അർത്ഥം അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളായ ദൈവദാസന്മാർ ആരെങ്കിലും ഈ ഉപമ വ്യാഖ്യാനിക്കുന്നെങ്കിൽ ഈ അർത്ഥം വെച്ച് വ്യാഖ്യാനിക്കാവൂ. കർത്താവ് മനസ്സിൽ പോലും ചിന്തിക്കാത്ത അർത്ഥങ്ങളൊന്നും ഈ ഉപമയ്ക്ക് കൊടുക്കരുത്. ഈ ഉപമയില് യജമാനൻ എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. കൂട്ടുദാസന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാമാണ്. ഉദാഹരണം, ഞാൻ വലിയ പാപിയാണെന്നിരിക്കട്ടെ. എന്റെ ആ വലിയ പാപങ്ങൾ മുഴുവന് ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് ക്ഷമിച്ചു തന്നു. അത് കഴിഞ്ഞാൽ എന്റെ ഒരു സഹോദരൻ എന്നോട് തെറ്റ് ചെയ്തു, അവനോട് ഞാൻ ക്ഷമിക്കുന്നില്ല. അപ്പൊ ദൈവം എന്നോട് ചോദിക്കും, നിന്റെ വലിയ പാപങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു തന്നില്ലയോ? എന്നിട്ട് നിന്റെ സഹോദരൻ നിന്നോട് ചെയ്ത ആ ചെറിയ പാപം നിനക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല? ഈ അർത്ഥത്തിലാണ് ഈ ഉപമ വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ കടങ്ങള് ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്. ഏത് വിധത്തിലാണ് മറ്റുള്ളവരോട് നാം ക്ഷമിക്കുന്നത്, ദയ കാണിക്കുന്നത്, അതേ വിധത്തിലാണ് ദൈവം നമ്മോട് പെരുമാറുന്നത്. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. നാം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മോടും ക്ഷമിക്കയില്ല എന്നീ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കേണ്ടതാണ്. കർത്താവ് ഈ അധ്യായത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ ചുരുക്കി പറയട്ടെ. നമ്മളെ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുന്നതല്ല, സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുന്നതല്ല. നിഷ്കളങ്കരായിട്ട്, അഹങ്കാരമില്ലാത്തവരായിട്ട്, താഴ്മയുള്ളവരായിട്ട് നമ്മൾ ദൈവത്തെ സമീപിച്ചാൽ മാത്രമേ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ്. അതിന് ഒരു ലിമിറ്റ് വെക്കേണ്ട കാര്യമില്ല. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറയുന്നത് പോലെ 3 വട്ടം ക്ഷമിച്ചാൽ പോരാ. പത്രോസ് തന്നെ കണ്ടുപിടിച്ചതായി 7 വട്ടം വന്നത് പോരാ. 70 വട്ടം അല്ലെങ്കിൽ അനന്തമായി നാം ക്ഷമിക്കേണ്ടതാണ്. എത്ര വട്ടം സഹോദരൻ തെറ്റ് ചെയ്താലും എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വന്നാൽ നാം ക്ഷമിക്കേണ്ടതാണ്. അങ്ങനെ നാം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ പിതാവായ ദൈവവും നമ്മോട് ക്ഷമിക്കയില്ല. നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കടം ഇളച്ചു കൊടുക്കുന്നത് പോലെയാണ് സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ കടങ്ങളൊക്കെയും ഇളച്ചു തരുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ, ക്ഷമ പ്രാപിക്കണമെങ്കിൽ മറ്റുള്ളവരോടും നാം ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് കർത്താവ് പറയുന്ന ദൂത്. എന്നാൽ നാം വായിച്ച് കുറിവാക്യത്തിൽ കാണുന്ന 2 കാര്യങ്ങൾ ഒന്നുകൂടെ പറയട്ടെ. ഒന്ന്, നിങ്ങളിൽ 2 പേർ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും 2 പേർ ഐകമത്യം